ഹബ്ബാണ് ഇവരുടെ. എവിടെയാണത്? അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. ആരുടെ? ഈ പാർട്ടിക്കാർ? ആ പാർട്ടിക്കാരുടെ ഹബ്ബാണ്. ഇനിയിപ്പോ ഇവര് പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഇതാരും പേടിക്കണേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. എന്റെ പേര് സീന. ഈ മുൻപ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് ഇപ്പോ ഇതിന് മുന്നിൽ നിന്നാണ് ഒരാളെ കാല് വെട്ടിയിട്ട് BJP കാരണങ്ങൾ ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചതും സാധാരണക്കാരനാണ്. അപ്പൊ ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളെ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ എല്ലാവരും മനുഷ്യരല്ലേ. ബോംബ് വീണല്ലേ അയാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കും. പറയണ്ടേ, എത്ര കാലം പറയാണ്ടിരിക്കും. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ CPM-നെതിരെ രൂക്ഷമായ വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയാൻ കഴിയുന്ന വാക്കുകളാണ്. ഇവർ അവിടെ താമസിക്കുന്ന ആളാണോ? മറ്റു വിവരങ്ങൾ കൂടി. രതീഷ്, ഈ സ്ഫോടനം നടന്ന സ്ഥലത്തുനിന്ന് ഏതാണ്ട് 100 മീറ്റർ പോലും ഇല്ല ഇവരുടെ വീട്ടിലേക്കുള്ള സ്ഥലം. അപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ച് ഈ സ്ഥലത്ത് ഇത് ആദ്യമായിട്ടല്ല ബോംബ് നിർമ്മാണം നടക്കുന്നത്. നേരത്തെയും ബോംബ് നിർമ്മാണം നടന്നിട്ടുണ്ട്. ഇവർ ഇപ്പോൾ താമസിക്കുന്ന വീട് നേരത്തെ വാടകയ്ക്ക് കൊടുത്ത സമയത്ത് ആ വാടക താമസിച്ചിരുന്നവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ബോംബ് ഉണ്ടായിരുന്നു എന്ന്. പിന്നീട് അത് പാർട്ടി പ്രവർത്തകർ എടുത്തു മാറ്റി, പോലീസിനെ അറിയിക്കാതെ എന്നടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തലാണ് യുവതി നടത്തുന്നത്. അതായത് ഈ സ്ഥലം, അതായത് ഈ ബോംബ് സ്ഫോടനം നടന്ന കുടക്കളം എന്ന സ്ഥലം, എരഞ്ഞോടി കുടക്കളം എന്ന സ്ഥലം CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. തൊട്ടപ്പുറത്ത് BJP-ക്ക് ശക്തിയുള്ള കേന്ദ്രമാണ്. പക്ഷേ ഈ സ്ഫോടനം നടന്ന സ്ഥലം എന്ന് പറയുന്നത് CPM-ന്റെ പാർട്ടി ഗ്രാമം എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് അത്രയേറെ ശക്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നേരത്തെയും ഇത്തരത്തിൽ ഈ ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു സംഘം, അതായത് പാർട്ടിക്കാരായ CPM-കാരായ ആളുകൾ ഇത്തരം വീടുകൾ കേന്ദ്രീകരിച്ച് അവിടെ താമസമാക്കുന്നു, അവിടെ മദ്യപിക്കുന്നു, അവിടെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു, അവിടെ ബോംബ് നിർമ്മിക്കുന്നു, അങ്ങനെ ബോംബ് സൂക്ഷിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ആളുകളുടെ പേടി ഇത് ആരും പുറത്തു പറയില്ല. പ്രത്യേകിച്ചും CPM-ന്റെ ശക്തി കേന്ദ്രമായതുകൊണ്ട് തന്നെ ആരും ഇത് പുറത്തു പറയാൻ തയ്യാറാകത്തില്ല. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഇത് തുറന്നു പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ നാളെ ഞങ്ങളുടെ വീടിന് നേരെയും ബോംബേർ ഉണ്ടാകാം എന്നൊരു ആശങ്ക കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അത്രയേറെ CPM-ന്റെ ശക്തിയുള്ളൊരു കേന്ദ്രമാണ്. അതുകൊണ്ടാണ് ഇത് ആരും പുറത്തു പറയാത്തത്. ഇതിപ്പോൾ ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ തേങ്ങ പറക്കാൻ പോയ സമയത്താണ് ഈ സ്റ്റീൽ പാത്രം കിട്ടുന്നതും അത് തുറന്നു നോക്കുന്നതും ബോംബ് പൊട്ടിത്തെറിക്കുന്നതും മരിക്കുന്നതും. അപ്പോൾ ഇവരുടെ ആശങ്ക ഇവരുടെ ആളുകൾ തന്നെ, അതായത് ഈ വീട്ടിലെ ബന്ധുക്കൾ തന്നെ അടയ്ക്ക പറക്കാനൊക്കെ പറമ്പിൽ പോകുമ്പോൾ പേടിയാണ്. എങ്ങനെ അവിടെ ചെല്ലും, അവിടെ ചെന്നാൽ എന്ത്, ഇപ്പോൾ അവിടെയൊക്കെ കാട് നിറഞ്ഞ പ്രദേശമാണെങ്കിൽ അവിടെയൊക്കെ ഒരുപക്ഷെ ബോംബുകൾ ഒളിപ്പിച്ച് വെച്ചേക്കാം. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് പറയുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴായി ഇവിടെ ബോംബ് നിർമ്മിക്കുകയും ബോംബ് സൂക്ഷിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് പോലീസിനെ പോലും അറിയിക്കാതെ പാർട്ടി പ്രവർത്തകർ തന്നെ അത് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം സംഘങ്ങൾ വ്യാപകമായി പ്രവർത്തിക്കുന്നു എന്നതാണ് അവരുടെ പരാതി. ശരി, ഫെലിക്സ് ആണ് ആ വിവരങ്ങൾ നൽകിയത്.